ഇതാണ് ടോർച്ച് ജിഞ്ചർ. അപ്പൊ അലങ്കാരത്തിന് പുറമെ ആഹാരത്തിന് ഉപയോഗിക്കാനാണ് ഈ ടോർച്ച് ജിഞ്ചർ. ഫിലിപ്പീൻസ്, മലേഷ്യ, ഇന്തോനേഷ്യയിലുള്ളവരൊക്കെ ഉപയോഗിക്കണ ഒരു ഇഞ്ചി, തായ് ഇഞ്ചിയാണ് ഈ ടോർച്ച് ജിഞ്ചർ. അപ്പൊ ടോർച്ച് ജിഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട, ഇപ്പൊ നീളമുള്ള തണ്ടിന്റെ അഗ്രഭാഗത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂവ് കത്തി നിൽക്കുന്ന പന്തം പോലെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ടോർച്ച് ജിഞ്ചർ എന്നുള്ള പേരുള്ളത്. കണ്ട, ഇതിന്റെ മൊട്ടാണ് ഈ കാണുന്നത്. കണ്ട, പൂ കണ്ടില്ല, നല്ല ഭംഗിയുള്ള ഫ്ലവറുകളാണ് ഇതിൻ്റെത്. പിന്നെ ഈ ഫ്ലവറിന്റെ ഇതളുകൾ സലാഡൊക്കെ ആയിട്ട് ഉപയോഗിക്കണതാണ്. പിന്നെ ഇതൊരു അലങ്കാര ചെടിയും കൂടിയാണ് ഇത്. അലങ്കാര ചെടിയാണ്. ഇതിൻ്റെ ഫ്ലവർ കുറേ നാൾ വരെ കേടാകാണ്ടിരിക്കും. ഈ പൂവിന് നല്ല വിലയുള്ളതാണ് കേട്ടോ, നല്ല വിലയാണ് ഈ പൂവിന്. അപ്പം ഈ പൂവ് ഇപ്പോൾ ഹോട്ടലുകളിലും വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ഈ ഫ്ലവർ ആയിട്ട് വെക്കണ പൂവും കൂടിയാണിത്. അപ്പം നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ വച്ചുപിടിപ്പിക്കാൻ പറ്റിയതാണ്. ഇതിന് സൂര്യപ്രകാശം അധികം വേണ്ട, തണലത്ത് വളർത്താൻ പറ്റിയ ചെടിയാണ് ടോർച്ച് ജിഞ്ചർ. ടോർച്ച് ജിഞ്ചറിൻ്റെ കണ്ട വളരെ ഉയരത്തിൽ വളരണ ചെടിയാണ് ടോർച്ച് ജിഞ്ചർ. കണ്ട, നീളത്തിലാണ് ഇത് പോയി വെക്കണ. കണ്ട, ചെടി കണ്ടില്ല, ഭയങ്കര ഉയരത്തിൽ വളരും. പിന്നെ ഇതിൻ്റെ പൂവ് ഈ തണ്ടുമലൊന്നുമല്ല പൂവുണ്ടാവണത് ഇതിൻ്റെ തടത്തിന്നാണ്. കണ്ട, ഈ ചെടി നിൽക്കണേൻ്റെ തടത്തിന്നാണ് പൂവൊക്കെ വന്നത്. കണ്ട, അതേപോലെ തന്നെ പുതിയ ചെടി വന്നതും കണ്ടില്ലേ, ഇതേപോലെയാണ്. അപ്പം ഇതിൻ്റെ ഇഞ്ചി കിഴങ്ങ് നട്ടിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാം. പിന്നെ ഈ പൂക്കളിൽ നിന്നിട്ട് വിത്തുകൾ ഉണ്ടാവും, അത് ഭാഗ്യം മുളപ്പിച്ചും നമുക്ക് തൈ നട്ടു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തണലുള്ള സ്ഥലത്ത് നട്ടു കൊടുക്കാം. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നമ്മൾ ഈ ചെടി നടരുത്, പൂക്കളൊക്കെ ചെറുതായിരിക്കുള്ളൂ, പിന്നെ ചെടിക്ക് വളർച്ചയും ഉണ്ടാവില്ല. ഞാൻ ആദ്യം ഇത് വെയിലത്താണ് നട്ടിരുന്നത്. വെയിലത്ത് നട്ടപ്പോൾ ചെടിക്ക് വളർച്ചയും ഉണ്ടായില്ല, പൂവും ചെറുതായിരുന്നു. അപ്പോൾ തണൽ മതി. ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്കും കൂടി ഇട്ട് കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എപ്പോഴും ഫ്ലവർ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഫ്ലവറൊക്കെ വിൽക്കണ ആളുകൾക്ക് നടാൻ പറ്റിയ ഒരു ചെടിയാണ്. ഇപ്പോൾ ഫ്ലവറും ഇലച്ചെടികളൊക്കെ വിൽക്കുമല്ലോ, അപ്പോൾ അവർക്ക് ബൊക്കയിൽ വെക്കാനും സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കണ ഫ്ലവറാണിത്. അപ്പം നല്ല വില കിട്ടി പൂവിന്. പിന്നെ ഇതിൻ്റെ ഇലയും നമുക്ക് ബൊക്കയിലൊക്കെ വെക്കാനായിട്ട് എടുക്കാണ്ട. ഇലകളൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഇലകളാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയാണ് ടോർച്ച് ജിഞ്ചറിൻ്റെ ചെടികളും കിഴങ്ങുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ എല്ലാവരും മറ്റുള്ള കൃഷികൾ ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ ടോർച്ച് ജിഞ്ചർ വീട്ടിൽ വെച്ചുപിടിപ്പിക്കുക. നമ്മുടെ ഗാർഡൻ്റെ അരികിലൊക്കെ നമുക്ക് വെച്ചുപിടിപ്പിച്ചാൽ ഇതിൻ്റെ ഫ്ലവർ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ. അപ്പം എല്ലാവരും വീട്ടിൽ ചെടി വെച്ചുപിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.